ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ സീരിയൽ തുടങ്ങുന്നുണ്ടല്ലോ, മഴ തോരും മുൻപേ. അതിൻ്റെ ഒരു ഇൻട്രോ ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷമാണ്. അതിൽ നമ്മുടെ ബ്രിജിത്തമ്മ കിടക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹനികേതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരാണ് അവർ. അപ്പോൾ പെട്ടെന്ന് അവർ വയ്യാതെയായിട്ട് എന്തോ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രിജിത്തമ്മ ഞെട്ടി എണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിതിപ്പോൾ എവിടെയാണ്, ആരെയും ഇങ്ങോട്ട് കൊടുന്നേ, എന്നെ ഹെൽത്ത് സെൻ്റർ അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ അടക്കി കിടത്താനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബ്രിജിത്തമ്മ ആലോചിക്കേണ്ടത് ഇപ്പം ഇതിന് മുമ്പുണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ഇവരുടെ അനാഥാലയത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. അപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ വന്നിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ. അപ്പോൾ 1,00,000 രൂപ മന്ത്രി സംഭാവനയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ബ്രിജിത്തമ്മ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. എല്ലാവർക്കും നാട്ടുകാർക്കായാലും ഇതുവരെ സഹായിച്ചവർക്കായാലും നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 10-26 വർഷം മുന്നേ അവരുടെ ഭർത്താവും കുട്ടികളൊക്കെ അപകടത്തിൽ മരിക്കുമ്പോൾ അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയത്ത് അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. ആരോരും ഇല്ലാത്തവർക്കായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് വികാരഭരിതരായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു വയ്യാത്ത പോലെ തോന്നുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ നെഞ്ചുവേദന പോലെ ഒരു തളർച്ച അനുഭവപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രിജിത്തമ്മ വീഴാണ്. അപ്പോൾ വീഴുമ്പോഴേക്ക് അലീനയൊക്കെ ചെന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണിട്ടാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എത്ര നാളായി, വല്ല ഗുളിക കഴിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, പ്രമേഹത്തിൻ്റെ ഗുളിക കഴിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര നാളായി എന്ന് പറയുമ്പോൾ അത് 10-25 വർഷമായി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബ്രിജിത്തമ്മയ്ക്ക് പൈസ ഇല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോകണം. ഇത് വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോകണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അവരിയ്ക്കണത്. അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറോട് ചൂടാവുന്നുണ്ട്. ഒരു ചെക്കപ്പും വേണ്ട, എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശ് എടുത്തിട്ട് ഇവിടെ നിന്ന് ചിലവാക്കാൻ പറ്റില്ല. എൻ്റെ കുട്ടികൾ വീട് വീടാന്തരം നടന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാശാണ്, അതൊന്നും ചികിത്സയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിജിത്തമ്മ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടലാണ് കേട്ടോ. സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒന്നും കൂട്ടാക്കണില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നും കൂട്ടാക്കണില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടാർഗറ്റ് തയ്ക്കാനാണെങ്കിൽ വല്ല പണക്കാരെയും പോയി പിടി, ഞാൻ പണക്കാരിയാണെന്നാണോ നിങ്ങളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോടും നേഴ്സിനോടും ചൂടാവുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിർബന്ധിക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. അപ്പം പുറത്ത് കാത്തു നിൽക്കുന്നത് നമ്മുടെ അലീനയും വേറെ കുട്ടിയും കേട്ടോ. എന്നിട്ട് അവരുടെ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട്, പേഷ്യൻ്റ് ഇവിടുന്ന് പോകാനായിട്ട് തിരക്ക് കൂട്ടുകയാണ്, കാര്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല, ടെസ്റ്റിനൊന്നും അവർ സമ്മതിക്കുന്നില്ല, ലിവറിന് എന്തോ സംതിങ് പ്രശ്നം തോന്നുന്നുണ്ട്, കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റും സ്കാനൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട് അലീന. അങ്ങനെ അലീന മാത്രം അവിടെ നിന്ന്, എല്ലാവരും നിൽക്കണമെന്നില്ല എന്ന് പറയുമ്പോൾ അലീന മാത്രം അവിടെ നിന്നിട്ട് ബാക്കി സിസ്റ്റേഴ്സും കുട്ടിയൊക്കെ കൂടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് അലീനെ നിർബന്ധിച്ചിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ സമ്മതിക്കണില്ല. പിറ്റേ ദിവസം ആശ്രമത്തിൽ നിന്ന് മോള് ഡ്രസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ടതൊന്നും വേണ്ട, അമ്മ ഇവിടെ ചികിത്സിക്കാൻ സമ്മതിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് മേടിക്കണം എന്ന് പറയണത്, നിങ്ങൾ പോക്കോ, ഞാൻ അമ്മയും കൂട്ടി വന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ഡോക്ടർ വിളിപ്പിക്കുന്നുണ്ട്, ബൈസ്റ്റാൻഡർ ആരാ, ബ്രിജിത്താമ്മയുടെയെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അലീന ചെല്ലുന്നുണ്ട്. അപ്പോൾ ആരാ, ബ്ലഡ് റിലേഷനാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന ആദ്യമൊന്നും മിണ്ടില്ല, പിന്നെ പറഞ്ഞാൽ അതിലും വലിയ ബന്ധമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പേഷ്യൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ലിവറിന് അസുഖമാണ്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അലീന ആകെ തളരുകയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എത്രയും എന്തായാലും പേഷ്യൻറ്റിനെ പറഞ്ഞിട്ട് മനസ്സിലാക്കണം, ഹെൽത്ത് സെൻറ്ററിൽ ചികിത്സിക്കുന്നതിന് പോരാ, എത്രയും പെട്ടെന്ന് ചികിത്സിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അലീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയൂ എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ കരഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. അങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന അലീനേനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കം കണ്ടിട്ട് വളരെ നല്ലൊരു കഥയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.